ശബരിനാഥ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന സംവാദങ്ങൾ നടത്തിയപ്പോൾ അവിടെ നിങ്ങൾക്കെതിരായി ഉയർന്ന വിമർശനങ്ങൾ ഒന്ന്, പൗരത്വ ഭേദഗതി നിയമത്തിൽ വളരെ ശക്തമായ നിലപാട് എടുക്കുന്നില്ല, മാനിഫെസ്റ്റോയിൽ അതേക്കുറിച്ച് മെൻഷനില്ല, അവസാന നിമിഷം മാനിഫെസ്റ്റോയിൽ നീളം കൂടുമെന്ന് പറഞ്ഞത് ഒഴിവാക്കി, ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എടുക്കുന്നു തുടങ്ങി ബദലാകാൻ കഴിയുന്നില്ല ബി ജെ പിക്ക്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആയി മാറുന്നു. എം പിമാരും എം എൽ എമാരും മുൻ മുഖ്യമന്ത്രിമാരും മക്കളും ഒക്കെ കൂടുവിടുന്നു. അങ്ങനെ ആ തരത്തിൽ ബി ജെ പിയുടെ ഭാവിയിലെ ബി ജെ പിക്കാരായി മാറുന്നു തുടങ്ങിയ വിഷയങ്ങളാണ്. അപ്പോൾ ഇത്തരം ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് നിങ്ങളെക്കാൾ കൂടുതൽ വെയിറ്റേജ് സി പി എമ്മിനാണോ? ഇല്ല, അതിലേക്ക് ഞാൻ വരാം അഭിലാഷ്. പക്ഷെ അതിനു മുമ്പ് അരുൺ പറഞ്ഞ പോലെ ഇവിടുത്തെ എം പിമാരൊന്നും വാ തുറന്നില്ല എന്ന് പറഞ്ഞത് ശുദ്ധമായിട്ടുള്ള പൊള്ളത്തരമാണ്. ഇവിടെയുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ എല്ലാ എം പിമാരും അവരുടെ പ്രദേശങ്ങളിലെ വിഷയങ്ങൾക്ക് വേണ്ടി എത്രമാത്രം പോരാടിയത് നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയാൽ, യൂട്യൂബിൽ പോയാൽ, പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ ഇടുക്കിയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവിടുത്തെ ഈ ബഫർ സോൺ അടക്കമുള്ള വിഷയം, അവിടുത്തെ കാട്ടാന അടക്കമുള്ള വന്യജീവി ആക്രമണം. എത്രയോ തവണ ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരു യുവ എം പി പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും എത്രയോ തവണ അതിനുവേണ്ടി സമരങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കോഴിക്കോടത്തെ എം പി രാഘവേട്ടനാണെങ്കിലും, അല്ലെങ്കിൽ ശ്രീ ഉണ്ണിത്താനാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രീ ആന്റോ ആന്റണി ആണെങ്കിലും, ശ്രീ പ്രേമേന്ദ്രനാണെങ്കിലും, ഡോക്ടർ തരൂർ ആണെങ്കിലും, ശ്രീ കെ സി വേണുഗോപാൽ ആണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ആക്റ്റീവായിട്ടുള്ള എം പിമാർ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ശ്രീ ടി മുഹമ്മദ് ബഷീർ അടക്കം, ശ്രീ സമദാനി അടക്കം ഉള്ള എല്ലാ എം പിമാർ, രമ്യ ഹരിദാസ് അടക്കമുള്ള ആളുകൾ, ശ്രീ കുർവേസ് അടക്കം എന്തുമാത്രം ആക്റ്റീവായിട്ടുള്ള, ഹൈബിയെ പോലത്തെ എം പി, അരുൺകുമാറിന്റെ എം പി കൂടിയാണ് ശ്രീ ഹൈബി, എന്തുമാത്രം ആക്റ്റീവായിട്ടുള്ള പൊതുമണ്ഡലങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള എം പിമാരാണ്. ആ എം പിമാർ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഫ്രഷ് ആണ്. അതുകൊണ്ട് അതിൽ ആന്റി ഇൻകംബൻസി ഇല്ല, അതിൽ 100% ഉറപ്പായിട്ട് പറഞ്ഞു. ഇനി രണ്ടാമത്തെ അഭിലാഷ് പറഞ്ഞ പോയിന്റ് സി പി എമ്മിന്റെ നിർമ്മിതിയാണ്. ഇവിടെ ബി ജെ പി ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തതാണ് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസിനാണ്. ഒന്നാം ഇലക്ഷൻ ഘട്ടത്തിൽ കോൺഗ്രസിന് മേൽക്കൈയുണ്ട്, ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈയുണ്ട്, ബി ജെ പിയുടെ അടിതെറ്റെന്ന് മനസ്സിലായപ്പോൾ അവർ നേരിട്ട് മോദി അറ്റാക്ക് ചെയ്തത് സി പി എമ്മിനെ പിണറായി വിജയനുമാണോ രാഹുൽ ഗാന്ധിയാണോ? ഇവിടെ കോൺഗ്രസിനെതിരെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള, ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത, വയ്യാതെ വീട്ടിലിരിക്കുന്ന ശ്രീ മൻമോഹൻ സിംഗിന്റെ പേര് വരെ കള്ളങ്ങൾ മോദി പറഞ്ഞില്ലേ? അപ്പോൾ നരേന്ദ്രമോദി ഭയക്കുന്നത് കോൺഗ്രസിനെയാണ്, നരേന്ദ്രമോദി ഭയക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടുകളെയാണ്. നരേന്ദ്രമോദിക്ക് അറിയാൻ തന്നെ ഇറക്കാൻ പറ്റുന്നത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും രാഹുൽ ഗാന്ധിക്കും മാത്രമാണെന്നാണ്. അപ്പോൾ നരേന്ദ്രമോദി എങ്ങനെയാണോ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നത്, അതിന്റെ മറ്റൊരു വെർഷനായിട്ട് കേരളത്തിൽ പിണറായി വിജയനും അരുൺകുമാർ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു. പൗരത്വ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ആദ്യം പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? ഇവിടെ കോൺഗ്രസ് എം പിമാർ മിണ്ടിയില്ല, ശബ്ദിച്ചില്ല, വോട്ട് ചെയ്തില്ല, നമ്മൾ അത് പൊളിച്ചു കൊടുത്തു. പിന്നീട് പറയുകയാണ് ഈ വിഷയത്തിൽ ഭരണഘടന. നിങ്ങൾ മനസ്സിലാക്കേണ്ട ശ്രീ ഖാർഗെ അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, ചിദംബരം അടക്കം, കഴിഞ്ഞ ഇലക്ഷന് ഡി കെ ശിവകുമാർ അടക്കം വന്ന എല്ലാ നേതാക്കളും ഈ വിഷയത്തിൽ കോൺഗ്രസ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ ആ ബില്ല് റദ്ദാക്കും, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യയുടെ ആർട്ടിക്കിൾ 13, 14, 19, 32 എല്ലാത്തിനും എതിരെയുള്ള എല്ലാ നിയമങ്ങളും റദ്ദാക്കുമെന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങളത് സമ്മതിക്കുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്കും സി പി എമ്മിനും ഇവിടെ കോൺഗ്രസിന്റെ ഭയമാണ്. നിങ്ങളൊന്ന് കാണേണ്ടി, മറ്റൊരു ചാനലിൽ ശ്രീ നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനലിൽ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇന്നിവിടെ വിവാദം ഉണ്ടായതിനെ, ഇവിടെ പത്രക്കാരുടെ യൂണിയൻ അടക്കം സമരം ചെയ്തേനെ. ചെറ്റത്തരം എന്നുള്ള വാക്കാണ്. അദ്ദേഹത്തിന്റെ ഭരണം മോശമാണോ എന്ന് ചോദിച്ചൊരു മാധ്യമപ്രവർത്തകനോട് നിങ്ങളെപ്പോലത്തെ പത്രക്കാർ, അതിനുശേഷം അഭിലാഷ് മോഹനെ മാതൃഭൂമി ഉൾപ്പെടുത്തി കൂടിയായിരിക്കും, കാണിക്കുന്ന ചെറ്റത്തരത്തിന് മറുപടി പറയാൻ പറ്റത്തില്ല എന്ന് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പി വി അൻവറിന്റെ പിണറായി വിജയൻ ഏകദേശം ആ ലെവലിലേക്ക് പോവാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത്ര നികൃഷ്ടമായിട്ടുള്ള വാക്ക് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരെയും ചേർത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിച്ചിട്ടും പി വി അൻവറിന്റെ ലെവലിലേക്ക് പി വി എന്ന പിണറായി വിജയൻ പോയിട്ട് പോലും ഇന്ന് ആർക്കും അതിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോദി എങ്ങനെയാണോ പത്രക്കാരെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകളെ എങ്ങനെയാണോ മുഖന്തിരിക്കുന്നത്, അതേപോലെ തന്നെ പിണറായി വിജയനും ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെതിരെയൊക്കെയുള്ള ഒരു ജനവികാരം കൂടി ഉണ്ടാകും. ഇവിടെ ഗ്രൗണ്ട് കോൺഗ്രസിന് അനുകൂലമാണ്, നമ്മുടെ പ്രവർത്തകർ യു ഡി എഫിന് അനുകൂലമാണ്, പ്രവർത്തകർ അനുകൂലമാണ്. കഷ്ടപ്പെട്ടുകൊണ്ട് പണമില്ലാഞ്ഞിട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകർ താഴെ തട്ടിൽ ഇറങ്ങുന്നുണ്ട്. അതിന്റെ ഗുണം ഇലക്ഷന് 2020 നമുക്കുണ്ടാകും. ശരി.